ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മഴക്കാലത്ത് സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സ്ഥലത്തെ എങ്ങനെ കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയാക്കി മാറ്റി എന്നതാണ്. മുമ്പ് ഈ സ്ഥലത്ത് ജൂൺ മുതൽ ശക്തമായ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് വാഴ, പച്ചക്കറി എന്നിവ കൃഷി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. വെള്ളക്കെട്ട് കാരണം ചെടികളുടെ വളർച്ച മന്ദഗതിയിലാകും. ഈ പ്രശ്നത്തിന് പരിഹാരമായി ആദ്യം മിനി എക്സ്കവേറ്റർ ഉപയോഗിച്ച് ബെഡുകളും ചാനലുകളും നിർമ്മിച്ചു. രണ്ട് ഭാഗങ്ങളിലുമായി മഴവെള്ളം നിറയുന്ന ചാനലുകൾ ഉണ്ടായിരുന്നു. ആ രണ്ട് ചാനലുകളും തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു പ്രധാന ഡ്രെയിനേജ് ചാനൽ ഉണ്ടാക്കി. ശേഷം ഈ ചാനൽ സമീപത്തുള്ള നെൽപ്പാടവുമായി ബന്ധിപ്പിച്ചു. അതുകൊണ്ട് മഴവെള്ളം ചാനലുകളിൽ കെട്ടിക്കിടക്കാതെ സ്വാഭാവികമായി ഒഴുകി നെൽപ്പാടത്തിലേക്ക് പോകുന്നു. ഇത് കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യം രൂപപ്പെടാൻ സഹായിച്ചു. ഇപ്പോൾ ഇവിടെ നേന്ത്രവാഴ കൃഷിയും വെണ്ടയ്ക്ക കൃഷിയും വിജയകരമായി നടത്താൻ കഴിയുന്നുണ്ട്. ഉയർത്തിയ ബെഡുകളിൽ ചെടികൾ നല്ല രീതിയിൽ വളരുന്നു. മഴക്കാലത്തും വെള്ളക്കെട്ട് വലിയ പ്രശ്നമാകുന്നില്ല. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് ബെഡ് ആൻഡ് ചാനൽ രീതി വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. ശരിയായ ഡ്രെയിനേജ് സംവിധാനം ഉണ്ടെങ്കിൽ ഉപയോഗശൂന്യമെന്ന് കരുതുന്ന ഭൂമിയും മികച്ച കൃഷിയിടമാക്കി മാറ്റാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഉപകാരമായിരിക്കും.